41 ദിവസം നീണ്ടുനിന്ന ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാനുള്ള അന്തിമ നീക്കങ്ങൾ നടക്കുകയാണിപ്പോൾ. സെനറ്റിൽ പാസ്സായ ധനാനുമതി ബിൽ ഇന്ന് ജനപ്രതിനിധി സഭയിലും അവതരിപ്പിക്കും. അതോടെ ഈ ഷട്ട് ഡൗൺ അവസാനിക്കും. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര മറ്റു വിവരങ്ങളുമായി ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയൊരു കീറാമുട്ടി ഒഴിയുന്നു എന്നുള്ള ആശ്വാസം അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. സുപ്രഭാതം എസ്കെൻ, സുപ്രഭാതം. ഈ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടച്ചുപൂട്ടൽ ഇപ്പോൾ അവസാനിക്കുകയാണ്. സെനറ്റിൽ ഈ പ്രതിസന്ധിയൊക്കെ ഒഴിവായതോടുകൂടി US കോൺഗ്രസിന്റെ അംഗീകാരത്തിനായി ബില്ലുകൾ എത്തിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ നിരവധി US ജനപ്രതിനിധികൾ ഇത് കാരണം വാഷിംഗ്ടണിലേക്ക് അവരുടെ സ്വദേശങ്ങളിൽ നിന്നൊക്കെ മടങ്ങി വന്നു തുടങ്ങിയിരുന്നു. നേരത്തെ എസ്കെനെ രാജ്യത്തുടനീളമുള്ള ഈ വിമാനത്താവളങ്ങളിൽ കാലതാമസം ഉണ്ടാകുമെന്നൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ സ്പീക്കർ മൈക്ക് ജോൺസൺ തിങ്കളാഴ്ച തന്നെ ഇത് പാസ്സാകുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ചായിരിക്കും അംഗങ്ങളോട് മടങ്ങിയെത്തുവാൻ നേരിട്ട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. ഈ സർക്കാർ അടച്ചുപൂട്ടൽ സമയത്ത് വിമാനങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് വിസ്കോൺസിൽ നിന്നൊരു പ്രതിനിധിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡെറിക് വാൻ ഓഡൻ ആണ്. അദ്ദേഹം ഇപ്പോൾ വാഷിംഗ്ടണിലേക്ക് യാത്ര ചെയ്യുന്നത് ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളാണ്. ഈ തണുപ്പത്ത് ഏതാണ്ട് 16 മണിക്കൂർ ഓടിച്ചാണ് അദ്ദേഹം വാഷിംഗ്ടണിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. മിക്ക ഗവൺമെന്റ് ഏജൻസികൾക്കും ജനുവരി 30 വരെ ഇടക്കാല ഫണ്ടിങ് ഇപ്പോഴും ഉണ്ടായ ഈ ധാരണ പ്രകാരം ലഭിക്കും. മിതവാദികളായിട്ടുള്ള ചില ഡെമോക്രാറ്റ്സ് പ്രതിനിധികളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ട്രംപ് ഭരണകൂടത്തിന് ഇന്നലെ രാത്രിയിൽ ഈ സെനറ്റിന്റെ അംഗീകാരം നേടിയെടുത്തത്. 8 ഡെമോക്രാറ്റുകളാണ് അവർക്ക് ആവശ്യമുള്ള വോട്ടുകൾ നൽകിയത്. വോട്ടെടുപ്പ്, അതായത് അതിന്റെ 60-40 എന്ന് പറയുന്ന മാർജിൻ നേടുകയുണ്ടായി. ഒരു റിപ്പബ്ലിക്കൻ പ്രതിനിധി എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു. എസ്കൻ, ഇപ്പൊ ഈ 6% വിമാനങ്ങളുടെ എണ്ണം കുറച്ചതോടുകൂടി ഇന്ന് 1200-ലധികം വിമാനങ്ങൾ അമേരിക്കയിൽ റദ്ദാക്കുകയുണ്ടായി. ഈ ബില്ല് ബുധനാഴ്ച തന്നെ സഭയിൽ വരും. ബില്ല് പാസ്സാകുമെന്നുള്ള പ്രതീക്ഷയാണ്. പാസ്സായാൽ ഡൊണാൾഡ് ട്രംപിന്റെ മേശയിലേക്ക് പോകും. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് രാജ്യം വീണ്ടും തുറക്കുകയാണ്, ഇത് ഒരിക്കലും അടച്ചിടാൻ പാടില്ലായിരുന്നു എന്നാണ് വിർജീനിയയിൽ ഇന്നിവിടെ വെറ്ററൻസ് ഡേ ആണ്. ആ ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞത്. എസ്കെ മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.